إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ത്വാഹ 77-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ മൂസ നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമാണ്. വലഖദ് ഊഹൈനാ ഇലാ മൂസ, മൂസ നബിയിലേക്ക് നാം വഹീ ദിവ്യബോധനം നൽകി. അൻ അസിരി രാത്രി പോകണമെന്ന്, ഇബാദി എന്റെ അടിമയുമായി എന്ന് പറഞ്ഞാൽ ബനി ഇസ്രായേലുകളുമായി നീ രാത്രിയിൽ പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാമിക്ക് ബോധനം നൽകിയാണ്. ഫളറിബ് ലഹും, അവർക്ക് നീ ഏർപ്പെടുത്തി കൊടുക്കണം തരീഖൻ, ഒരു വഴി, ഫിൽ ബഹരി യബസൻ, ഫിൽ ബഹരി കടലിൽ, യബസൻ ഉണങ്ങിയതായ ഒരു വഴി, ലാ തഖാഫു ദറകൻ വലാ തഖ്ഷ, ലാ തഖാഫു ഭയപ്പെടാൻ പാടില്ല, ദറകൻ അവരെ എത്തിപ്പിടിക്കുമെന്ന്, പിന്തുടർന്ന് പിടിക്കുമെന്നുള്ള ഭയപ്പാടില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് മൂസ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേലുകൾ കൊണ്ട് ഫിറഔനിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടി കടൽ കടന്നുപോയ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന ആയത്താണിത്. ആ സംഗതി മറ്റ് സൂറകളിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഒരു സൂചന നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അങ്ങനെ മൂസ നബി തന്റെ വടി കൊണ്ട് കടലിലടിക്കുകയും ഉണങ്ങിയ വഴി പ്രത്യക്ഷപ്പെടുകയും ആ വഴിയിൽ കൂടി ബനി ഇസ്രായേലുകളും മൂസ നബിയും മറുകര കടന്നുകൊണ്ട് രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. ശേഷം ഫിറഔന്റെ കാര്യം എന്താണ്? പിന്തുടർന്നു വന്നു, ബിജുനൂദി അവരുടെ സൈന്യവുമായി അവൻ പിന്തുടർന്നു വരികയും ചെയ്തു. അപ്പോൾ അവരെ മൂടി, മിനൽ ഗമ്മി സമുദ്രത്തിൽ നിന്നും, മൂടപ്പെട്ടതെല്ലാം എന്തൊക്കെയുണ്ട് മൂടാൻ, അതൊക്കെ മൂടിയെന്ന് പറഞ്ഞാൽ പരിപൂർണമായി വെള്ളം മൂടിക്കൊണ്ട് അവർ നാശമടഞ്ഞ് മരിച്ചില്ലാണ്ടായി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ശേഷം അല്ലാഹു പറയുന്നു, ഫിർഔൻ വഴിപിഴപ്പിച്ചു, ഖൗമഹു അദ്ദേഹത്തിന്റെ ജനതയെ, വമാഹദ നിർമാർഗത്തിലാക്കിയില്ല, നിർമാർഗത്തിൽ നിന്നും അല്ലാഹുവിന്റെ സന്മാർഗത്തിൽ നിന്നും തടഞ്ഞുകൊണ്ട് ആ ഫിർഔൻ അവന്റെ ജനതയെ ലലാലത്തിൽ പിഴച്ച മാർഗത്തിലാക്കുകയാണ് ചെയ്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.